ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഡെയ്സി ചെടിയുടെ പരിപാലന രീതിയാണ്. എങ്ങനെയാണ് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കേണ്ടത്, അതുപോലെ ഫെർട്ടിലൈസർ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇന്ന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ജാൻസി മാഡമാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ജാൻസി മാഡത്തിൻ്റെ ഗാർഡനാണ്. ഇവിടുത്തെ എല്ലാ ചെടികളുടെയും പരിപാലന രീതിയെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഹായ്, ഞാൻ സല്ലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടം അറിയിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ ഒരു കളറ് ഡെയ്സി ചെടിയുണ്ട്. അതായത് ആസ്റ്റർ വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് ഇത് എല്ലാവർക്കും നമ്മുടെ നാടൻ പൂക്കളായിട്ട് നമുക്ക് എല്ലാ വീടുകളിലും ഒത്തിരി ഉണ്ടായി കിട്ടുന്ന ഒരു ചെടിയാട്ടോ. അപ്പോൾ ഇത് വളരെ ഈസിയാണ് നട്ടുപിടിപ്പിക്കാൻ. പക്ഷേ ഇതിൻ്റെ പോട്ടി മിക്സ് ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ ഒത്തിരി ഇലകൾ വന്ന് നമുക്ക് ഇതേപോലെ നല്ല രീതിയിൽ കൊലകൾ വന്ന് ഒത്തിരി പൂവുണ്ടായി കിട്ടുന്ന ഒരു ചെടിയാണ്. നമ്മൾ എല്ലാ ചെടികളും അതിൻ്റേതായ രീതിയിൽ ഒന്ന് പരിചരിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് അതിന് പൂക്കൾ കിട്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഡെയ്സി ചെടി പറിച്ച് നടാറായിട്ടുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ കണ്ടോ, ഇതൊക്കെ ഒത്തിരി പൂക്കളുണ്ടായി കൊഴിഞ്ഞു. ഇനി ഈ ചട്ടിയിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ തണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തൈകളാണ്. ഇതിൻ്റെ ചുവട്ടിൽ ഒത്തിരി തൈകൾ ഇതുപോലെ ഉണ്ടാകും. കണ്ടോ, ഇതൊക്കെ മച്ചുറായിട്ട് ചെടിയുടെ ചുവട്ടിലുണ്ടാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഒത്തിരി ചട്ടികളിലേക്ക് മാറ്റി നടാം. പക്ഷേ ഇതുപോലെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇതൊരു ഉഷാറില്ലാതെ ഇങ്ങനെ പൂവുണ്ടാവാനൊക്കെ ഇതുപോലത്തെയുള്ള കുലകൾ വരാനായിട്ട് കുറേ സമയമെടുക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് മച്ചുറായി ചെടി ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞു. ഇനി അത് ഒന്നും നമ്മൾ മാറ്റി നട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചട്ടിയിൽ തന്നെ നിന്ന് അത് മുരടിച്ച് പോകും. ഇത് കണ്ടോ, ഞാൻ പുതിയ കമ്പ് നമ്മൾ ചെടി നട്ടതാണ് ഇതിനകത്ത്. ഇപ്പോൾ ഇതിനകത്ത് വന്നെ നോക്കി, നല്ല ഉഷാറായിട്ടുള്ള കമ്പുകൾ വന്നെ ഉണ്ടാവും. ഇതിനകത്തെല്ലാം ഇനി പൂക്കളാകും. കണ്ടോ, അപ്പോൾ ഇതേപോലെ മുട്ടുകളും പൂക്കളും ആകും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കുറച്ച് വലുപ്പമുള്ള ചട്ടികളിലാണ് നടുന്നതെന്നുണ്ടെങ്കിലേ ഒത്തിരി ബലമുള്ള ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള പൂക്കളുടെ കൊലകൾ വരും. പിന്നെ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, അത് തീരുന്ന വരെ ഇതിനകത്ത് മുട്ടുകൾ വന്ന് വിരിയുന്ന വരെ ആ ഒരു ചെടി നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഇതിൻ്റെ നടുന്ന രീതിയുടെ പോട്ടി മിക്സ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് നമ്മൾ കൊടുക്കേണ്ട ചെറിയ പരിചരണം ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഡെയ്സി ചെടി നടാനുള്ള പോട്ടി മിക്സ് നോക്കാം. ഞാനൊരു ചട്ടിക്കുള്ള പോട്ടി മിക്സാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. സാധാരണ തൊടിയിലെ മണ്ണ്, അതുപോലെ എല്ലുപൊടി. അറിയാലോ, എല്ലാ ചെടികൾക്കും അത്യാവശ്യം കൊടുക്കേണ്ട ഒരു വളത്തിൻ്റെ കൂട്ടത്തിലുള്ളതാണ് എല്ലുപൊടി. അപ്പോൾ എല്ലുപൊടി മസ്റ്റായിട്ടും വേണം. അതുപോലെ വെർമി കമ്പോസ്റ്റും ചകിരിച്ചോറും ചേർന്ന മിശ്രിതമാണിത്. നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ചകിരിച്ചോറ് സെപ്പറേറ്റ് എടുക്കുക, വെർമി കമ്പോസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ ഉണക്ക ചാണകപ്പൊടിയോ എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ നമ്മുടെ സാഫാണ് എല്ലാ ചെടികൾക്കും അത്യാവശ്യം നമ്മൾ കൊടുക്കേണ്ട ഒരു ഫംഗിസൈഡാണ്. കാരണം ഇപ്പോൾ എപ്പോഴും ചെടികൾക്ക് ഭയങ്കരമായിട്ട് കീടങ്ങളാണ്, പലതരത്തിലുള്ള ചീച്ചിലും പിന്നെ ഇതുപോലെ ഉണങ്ങിപ്പോകുന്ന ഒരു അപ്പോൾ അതെല്ലാത്തിനും നമുക്ക് പരിഹാരം സാഫ് തന്നെയാണ്. അപ്പോൾ ഞാൻ സാഫ് ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട്, ഒരു ചട്ടിയിലേക്കുള്ള ആവശ്യത്തിന് ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് എല്ലുപൊടി. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഒന്ന് മിക്സ് ചെയ്യാം. പോട്ടി മിക്സ് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത്, അപ്പോൾ ഇതിന് തന്നെ ഈ വളത്തിന് തന്നെ നല്ലൊരു ഇളക്കമുള്ളൊരു മിശ്രിതമായി കഴിഞ്ഞു. ഇത് നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ. നമ്മൾ നല്ല മച്ചുറായിട്ടുള്ള പ്ലാന്റിൻ്റെ ഉള്ള തൈകളാണ് കേട്ടോ നടാനെടുക്കുന്നത്. ഇത് കണ്ടല്ലോ, ഇതുപോലെ വേരുള്ളത് എടുത്താൽ മാത്രമേ പിടിച്ച് കിട്ടുള്ളൂ. ഇതിൻ്റെ കമ്പ് വേരൊന്നും ഇല്ലാതെ നമ്മൾ ഒടിച്ച് നടാൻ നോക്കിയാൽ എനിക്കൊരിക്കലും പിടിച്ച് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എടുക്കുമ്പോൾ ഇതേപോലെയുള്ള വേരുള്ള തണ്ട് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ കിട്ടും. കണ്ടോ, ഇതേപോലെ വേരുള്ളത് തന്നെ നമ്മൾ എടുക്കാൻ നോക്കുക. അതുപോലെ ഒന്നോ രണ്ടോ നമുക്കൊരു ചട്ടിയിലേക്ക് നമുക്ക് ഇത് നടാവുന്നതേ ഉള്ളൂ. അറിയാലോ, ഈ ജമന്തിയുടെ പോലെ തന്നെ നമ്മുടെ ഈ ആസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഈ ഡെയ്സിയുടെ വേരിൽ നിന്നാണ് അതിൻ്റെ തൈകൾ മുളയ്ക്കുന്നത് കേട്ടോ. വിത്തല്ല, എനിക്ക് ഇതുവരെ വിത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. കണ്ടോ, ആ ചെടിയുടെ ചുവട്ടിലുള്ള വേരിൽ നിന്നാണ് നമുക്ക് പുതിയ തൈകൾ കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള
തൈ തന്നെ എടുക്കുക. കണ്ടോ, ഇതേപോലെ എടുത്തിട്ട് ഇതുപോലെ 1 2 നമുക്കൊരു ചട്ടിയിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഞാനൊന്ന് നടുന്ന രീതി കാണിച്ചു തരാം, പോട്ടി മിക്സ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് കേട്ടോ. ഞാനിവിടെ നല്ല വിസ്താരമുള്ളൊരു പോട്ട് തന്നെ എടുത്തിരിക്കുന്നത്, ഒരു മൺചട്ടിയാണ്. കാരണം അറിയാലോ, നല്ല വിസ്താരമുള്ള ചട്ടിയാണെങ്കിൽ ആസ്റ്ററിൻ്റെ ചെടികൾ ഒത്തിരി വേരിൽ നിന്ന് പൊട്ടി മുളച്ച് കുറേ തൈകൾ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വിസ്താരമുള്ള ചട്ടി തന്നെ എടുക്കാൻ നോക്കുക. അതിൻ്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്ന പോട്ടി മിക്സിൽ ചേർക്കാൻ എടുത്തിരിക്കുന്നത് ചട്ടിയുടെ അടിയിലിടാനായിട്ട് കുറച്ച് ചകിരി കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചകിരി കഷ്ണം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഓട്ടുനുറുക്കുണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഓട്ടും കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഇടാം. പക്ഷെ ഞാനിപ്പോൾ ഇനി വർഷക്കാലം ഒക്കെ കഴിഞ്ഞു, വേനൽക്കാലം വരാണ്. അപ്പോൾ കുറച്ച് ഈർപ്പം കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചകിരി കഷ്ണങ്ങളാണ് ഇടുന്നത് കേട്ടോ. ഇത് ശരിക്കും വെള്ളത്തിൽ കുതിർത്തി ഇടണമെങ്കിൽ ഇടാം. പക്ഷേ ഇതുപോലെ തന്നെ ഉണക്കിയായിട്ടുള്ളത് ഇട്ടാലും കുഴപ്പമില്ല, നമ്മൾ മുകളിൽ നിന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാണല്ലോ. അപ്പോൾ അത് മണ്ണിൽ ഇരുന്ന് സെറ്റായിക്കോളും. പിന്നെ ഞാൻ കുറച്ച് പറമ്പിൽ നിന്ന് അടിച്ച് കുറച്ച് നമ്മുടെ ചവറ് എടുത്തിട്ടുണ്ട്, ഉണങ്ങിയ ഇലകൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇടുമ്പോഴേ ഉണ്ടല്ലോ നമ്മുടെ മണ്ണിന് നല്ല ഇളക്കവും ഈ ചെടി നല്ല ഉഷാറായിട്ട് വളരും. നല്ല ഹെൽത്തി ആയിട്ടുള്ള കമ്പുണ്ടായാലാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കുലകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചട്ടി എടുത്തു, ആ ചട്ടിയിലേക്ക് കുറച്ച് ചകിരി കഷ്ണങ്ങളിടാം, അല്ലെങ്കിൽ ഓട്ടുനുറുക്കിടാം. ഏതാ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഇട്ടോളൂ, കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഇതിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈനേജ് ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തിയാലും മതിയാവും. ഞാൻ ചകിരി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മണ്ണിടാനേ. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടി മിക്സാണ് കേട്ടോ അത്. അതിനുശേഷം നമ്മൾ ഇവിടെ കുറച്ച് കരിയില നമ്മുടെ പറമ്പിൽ നിന്ന് അടിച്ചു വാരി എന്ന് പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ കരിയില ഇല്ലയെന്ന് ഓർത്തൊരു കുഴപ്പമില്ല, നമ്മൾ പോട്ടി മിക്സിൽ കുറച്ചധികം ചകിരിച്ചോറ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഈ കരിയില ഇടുന്നതുകൊണ്ട് മിക്കവാറും പോട്ടി മിക്സിൽ ചകിരിച്ചോറ് ഇടൽ കുറവാണ്. ഇതുപോലെ നമ്മൾ ഇലകൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മണ്ണ് നമ്മൾ ഇട്ട് ഇല മൊത്തം മൂടാവുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യുക. ഇനി നമ്മൾ 2 ചെറിയ കുഴികളിലായിട്ട് നമ്മൾ പിടുത്ത 2 തൈകൾ നടാനായിട്ട് കുഴികൾ എടുക്കാം. കണ്ടല്ലോ, ഒരുമിച്ച് നടരുത്, 2 കുഴികളിലായിട്ട് അത് നട്ടു വയ്ക്കുക. ഈ ഒരു കൈക്ക് നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കേട്ടോ അത്ര പെർഫെക്ഷൻ കുറവ്. ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഇതേപോലെ നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് നന്നായിട്ട് മണ്ണിൽ ഓടി പെട്ടെന്ന് തന്നെ ഇത് ഉഷാറായിട്ട് വളരുകയും ചെയ്യും. അതുപോലെ ഇതിൽ നിന്ന് പുതിയ പുതിയ ഇലകൾ പൊട്ടും, പുതിയ പുതിയ പൂക്കൾക്കുള്ള തണ്ട് വരും. ഇതുപോലെ നിങ്ങളൊന്ന് നട്ടിട്ട് ഒന്ന് തണലേരിയയിൽ വെച്ച് ഉഷാറാവുമ്പോൾ നല്ല വെയിലത്ത് വയ്ക്കരുത്. അതുപോലെ നമ്മുടെ ഡേയ്സി ചെടി നനയ്ക്കേണ്ട വിധം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചട്ടിയിൽ മണ്ണിന് നനവില്ല എന്ന് കണ്ടാൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം. കാരണം എന്ന് വെച്ചാൽ ഇത് തണ്ട് സെൻസിറ്റീവാണ്, അധികം ബലമുള്ളതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടുതലായാലും തണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാലോ, നന്നായിട്ട് ഉണങ്ങിയാണ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇലകൾ വാടി തുടങ്ങും. അപ്പോൾ അതുപോലെ ഒരു നനവുള്ള ഒരു പ്രതലം ഉണ്ടായാൽ മതി. അധികം ഓവർ വെള്ളം നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. വർഷക്കാലത്ത് അധികം വെള്ളമാവാൻ പാടില്ല. പക്ഷേ വേനൽക്കാലത്ത് നമുക്ക് നാടൻ ഡേയ്സി ചെടി ആയതുകൊണ്ട് അത്യാവശ്യം മറ്റു ചെടികൾ നനയ്ക്കുന്ന പോലെ തന്നെ നമുക്കിത് നനച്ചു കൊടുക്കാം. അതുപോലെ നമ്മുടെ ഈ ഡേയ്സി ചെടി വെക്കേണ്ട സ്ഥലം നമ്മളെപ്പോഴും നല്ല ഉദിച്ച വെയിൽ കിട്ടുന്ന, അതായത് വൈകുന്നേരം വരെ ഉദിച്ച വെയിൽ കിട്ടുന്ന നല്ല പെരും വെയിലത്ത് കൊണ്ടൊന്നും വെക്കരുത് കേട്ടോ. പാർഷ്യലി വെയിൽ കിട്ടുന്നത് ഇപ്പോൾ കണ്ടത് രാവിലെ ഉദിച്ച് വരുന്ന വെയിൽ കിട്ടുന്നിടത്താണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ഇത്തരം ചില ചെടികൾ നമ്മൾ അതേപോലെയുള്ള സ്ഥലത്താണ് വെക്കേണ്ടത് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ആഗ്ലോണിമയൊക്കെ ചെയ്തുകൊണ്ട് ആഗ്ലോണിമയൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ അത് ഇരിക്കേണ്ട സ്ഥലത്തിരുന്നു. അന്ന് ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ ചെറിയ ചെടികളായിരുന്നു. അപ്പോൾ അത് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ സൺഷെയ്ഡിൻ്റെ ഭാഗത്ത് അധികം വെയിൽ ഉദിച്ച് വരാത്ത സ്ഥലം നോക്കി ഇതേപോലെ വെക്കുകയാണെങ്കിലേ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എപ്പോഴും ഇതുപോലെ ഈ ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കൊലയിൽ പൂണ്ടായി കഴിഞ്ഞ് അത് തീരെ കണ്ട് അടുത്ത കുല റെഡിയായി വരും. അതാണ് ഈ ഡേയ്സി ചെടി ഉണ്ടായാൽ ഒരു 3-4 ചട്ടി ഉണ്ടെങ്കിൽ എപ്പോഴും പൂക്കളുണ്ടാവും. അപ്പം നമ്മുടെ ഡേയ്സി ചെടിയുടെ പരിപാലനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പേര് കമൻറ്റ്സ് ബോക്സിൽ പണ്ടത്തെ വീഡിയോയിൽ ചോദിച്ചിരുന്നു ഡേയ്സി ചെടിയുടെ പരിപാലനം ഇടാമോ എന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടി ഇതൊരു ഉപകാരമാകും. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.